ഹലോ എവരി വൺ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻ ആദ്യം തന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, പക്ഷെ അത് അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്. അപ്പൊ ഇത്തവണ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഞങ്ങൾ ലേ ഷഫിൾ ഡോജോ ശരിക്കും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഭാഗത്തൊരു ഡാൻസിന്റെ ഇൻസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ആക്ഷൻ കൊറിയോഗ്രാഫിയും അതിന്റെ ഇൻസ്ട്രക്ഷൻസും നടക്കുന്നു. അതാ പേര് തന്നെ ഉണ്ട്, ലേ ഷഫിൾ ഡോജോ. ഷഫിൾ എന്ന് പറയുന്നത് ഡാൻസിനെ കുറിച്ചും ഡോജോ ആക്ഷൻ. അപ്പൊ ഞാൻ നിങ്ങളോടും ഇവരോടും ഒക്കെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂരിയസ് എന്ന് പറഞ്ഞ പടം കണ്ടു. ഫ്യൂരിയസ് എന്ന് പറയുന്നത് ഹോങ്കോങ് ബേസ്ഡ് ഒരു പടമാണ്. അപ്പൊ ആ പടം കണ്ടോണ്ടിരുന്നപ്പം അജിനറിയാം, അജിൻ എന്റെ കൂടെ ഒരു 7-8 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം മുതലേ ഈ ഡാൻസിന്റെ ആക്ഷന്റെ കോൺസെപ്റ്റ്സുകളൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഇടും. അതായത് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ആ പടം ഇപ്പൊ ചെയ്യാന്നുള്ളൊരു അതാണ് ഞങ്ങളിപ്പം ഇതിനകത്ത് ഈ വീഡിയോയുടെ ടൈറ്റിൽ ആയിട്ട്, അതായത് തമ്മിലിൽ കിടപ്പുണ്ട്, എന്റെ ആൽഫ ഇങ്ങനെയായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വരുന്നത്. അപ്പം അന്ന് പോലെ ഞങ്ങൾ പല ഐഡിയാസ് എഴുതിയിടും. ഇപ്പൊ ഞങ്ങൾ ആദ്യം എടുത്ത ഒരു ഷോർട്ട് ഫിലിമാണ് കാളി എന്ന് പറയുന്നത്. ഇപ്പൊ ജാങ്കോ സ്പേസിൽ അത് നോക്കിക്കഴിഞ്ഞാൽ കാളി കാണാം. അതിനുശേഷം ഞങ്ങൾ ഏഞ്ചലീന ദ ലെജൻഡ് ഓഫ് റെഡ് ബ്ലേഡ് എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തു. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ അപ്പൊ ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഞങ്ങൾ ഇത് ഡിസ്കഷൻ ഇടുന്നുണ്ട്. പറയുന്ന കാര്യം വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഫ്യൂരിയസ് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ പണ്ട് ഇതുപോലെ ആക്ഷന്റെ എഴുതിയിട്ട് പല ഐഡിയാസും അങ്ങോട്ട് നമ്മള് ചെയ്യാനായിട്ട് കാര്യമാണല്ലോ, ഇത് പോയല്ലോ എന്നുള്ള സംഭവമാണ്. അതിന്റെ അകത്തൊരു ഒരു ഫോർമാറ്റ് കൊണ്ടിരുന്നുണ്ട്. നിങ്ങൾ രണ്ടും കണ്ടിട്ടില്ല പടം, ഇവർ രണ്ടും പടം കണ്ടിട്ടില്ല. അപ്പൊ അതിനകത്ത് 2 vs 1 vs 2 എന്നുള്ള പക്ഷെ ഈ കൺസെപ്റ്റ് പറഞ്ഞപ്പോ ഞങ്ങൾ നേരത്തെ കോൺസെപ്റ്റ് ആഡ് ചെയ്തു. 2 vs 1 vs 2 എന്ന് പറയുന്നത് 5 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക, തമ്മിൽ അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ്സ് ആക്ച്വലി ഇവിടെ വന്നിട്ടില്ല നിലവിൽ. പക്ഷെ ഞങ്ങൾ ആ സെയിം എഴുതി എന്നല്ല, ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നിന്നാൽ നമ്മുടെ ഐഡിയാസ് എല്ലാം ഇനിയും പൊക്കൊണ്ടേയിരിക്കും. കാരണം വേറൊന്നുമല്ല, എല്ലാവരുടെയും ചിന്തകൾ ഒരുപോലെ ആയതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾ വലിയ പുള്ളികളായതുകൊണ്ടോ അങ്ങനൊന്നുമല്ല. എല്ലാവരുടെയും ചിന്തകൾ ഇനി മുന്നോട്ട്, അതെ, ചിന്തകളെല്ലാം സെയിം ആയതുകൊണ്ട്. പിന്നെ ഐഡിയാസ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യണം. മാത്രമല്ല അതെ ഉറപ്പായിട്ടും ഞങ്ങൾ അത് അങ്ങനെ വരുന്ന ഒരു പടമാണ്. ഞങ്ങൾ ഒരു സിനിമ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. ശരിക്കും ആൽഫ എന്നുള്ള പേര് തന്നിരിക്കുന്നത് സജസ്റ്റ് ചെയ്ത എന്റെ ഒരു ഫ്രണ്ടാണ്, ഋഷ്യ അല്ലെ. പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഋഷ്യാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അന്ന് ആ സമയത്ത് ഞങ്ങൾ ആൽഫ മൂവി ഇറങ്ങുന്ന കാര്യം ഞങ്ങൾ ആക്ച്വലി പണ്ട് അറിവുണ്ടായെങ്കിലും അങ്ങനെ ഒരു പേര് ഞാൻ ഓർത്തില്ല. പക്ഷെ പെട്ടെന്ന് ഇട്ട ഒരു പേരാണ്. ഇപ്പൊ ഞങ്ങളൊരു മലയാളത്തിലൊരു മൂവി ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു പൈലറ്റ് സീക്വൻസ് ആണ് ഇപ്പൊ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിൽ തന്നെ. ആൽഫയുടെ ടീസർ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാത്തവർക്ക് കാണാം. ഐശ്വര്യ കണ്ടിട്ടില്ല, അല്ല കണ്ടെന്ന് തോന്നുന്നു. ടീച്ചർ കണ്ടിട്ടുണ്ട്. അപ്പം അജിന് അതിന്റെ അകത്ത് വർക്ക് ചെയ്ത ആളാണ്. അപ്പം ഞങ്ങൾ അതും ഇപ്പൊ ഇറങ്ങിയ സിനിമയുടെ ആൽഫയൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാൻ ഓൾറെഡി ആ വീഡിയോയുടെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ആൽഫ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി പടം ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങളത് ആക്ച്വലി അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് ഇട്ടത്. പക്ഷെ ശരിക്കും ഞങ്ങൾ സിനിമയ്ക്ക് പേര് ചിലപ്പോൾ മാറ്റുമായിരിക്കും, ചിലപ്പോൾ ഈ പേര് തന്നെ. എല്ലാം കഴിഞ്ഞ് എഡിറ്റിംഗ് ഇരുന്ന സമയത്താണ് ഈ പടം ഇറങ്ങുന്നത്. അതെ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോ ഞാൻ ഓർത്തു ഇവരിങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ജേവിയെ വിളിച്ചു, ആൽഫ ഇത് ആലിയ ഭട്ടൊക്കെ പുതിയ സിനിമ, അപ്പൊ നിങ്ങളുടെ പേര് അത് തന്നെയല്ലേ വെച്ചപ്പോ അതെ. അപ്പൊ ഇപ്പം നിലവിൽ ഞങ്ങൾ ആൽഫയുടെ ഒരു 7 minutes ഉള്ളൂ പൈലറ്റ് സീക്വൻസ് ആണ്. അതായത് ഷോർട്ട് ഫിലിമിനൊക്കെ ഒന്ന് താഴെയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻസിഡന്റ്, നമ്മൾ പോകുന്ന പടത്തിലെ ഒരു ഇൻസിഡന്റ് സിറ്റുവേഷൻ ആണ് ഞങ്ങൾ ഒരു 5 minutes കാണാം. പക്ഷെ ഒരു വലിയൊരു വർക്കോ കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത കാര്യമാണ്, ഒറ്റ ദിവസം. അതായത് നമ്മൾ രാവിലെ അതിനൊരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, നൈറ്റ് അത് രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, രാത്രി ഒരു 12 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്ത് തീർക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു ദിവസം ആരും ഇങ്ങോട്ടേക്ക് അത് നമ്മുടെ ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഡാൻസ് സ്കൂൾ തന്നെ, ലേശത്തിലുള്ള ക്ലാസ് തന്നെയാണ്. അതിനെ നമ്മൾ മാറ്റിയിരിക്കണം. അതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാമറമാൻ ഗോഡ്വിനാണ് ഇവിടെ വന്നിട്ട്. ഞങ്ങൾ ആക്ച്വലി ഇത് എടുക്കാൻ തൊട്ട് ഒരു 2 ആഴ്ചക്ക് മുമ്പേ ഗോഡ്വിൻ വന്ന് പ്ലാൻ ഒക്കെ ചെയ്ത് എങ്ങനെ ലൈറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആൽഫ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇറങ്ങാൻ താമസിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഇപ്പൊ ഒരു 7 മാസമായി. ഇറങ്ങാത്തത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും അതിന്റെ ഒരു കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് വന്ന് ബിസി ആവും, ബ്ലോക്ക് ആവും.
പിന്നെ അത് കഴിഞ്ഞ് എന്നാ ശരി ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അടുത്ത വർക്ക് വരും. അങ്ങനെ വർക്ക് വന്നു, പിന്നെ ഗ്രേഡിങ്ങിന് വിട്ടു, അങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ പോയി പോയി ഇപ്പൊ ഏകദേശം അത് ഒരു തീരുമാനമായി തീർന്നിരിക്കുകയാണ്. ഉം. ഉടനെ അത് ഉടനെ റിലീസ് ഇനി ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇതെന്താ വരാത്തെ, ആ, ഇവിടെ എടുത്തിട്ട് കുറച്ചായല്ലോ. പോലെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. എടുത്തിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാം. പിന്നെ ഒരു കാര്യമുണ്ട്, ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മുടെ ഐഡിയാസ് എല്ലാം പല രീതിയിൽ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ റിറൗറിൻ കെൻഷൻ എന്ന് പറഞ്ഞ ഒരു ലൈവ് ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പടമുണ്ട്. കൊറിയൻ പടമാണ്. കൊറിയൻ ആണോ ജാപ്പനീസ്, സോറി ജാപ്പനീസ് ആണ്. അപ്പൊ അതില് ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് സ്റ്റൈൽ ഓഫ് ആക്ഷൻ സീക്വൻസ് ഞങ്ങൾ ഈ ആൽഫയില് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. അതില് പക്ഷെ അത് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ഇല്ല. അതാണ് ഏറ്റവും വലിയ തോന്നി. നമുക്കൊരു ബഡ്ജറ്റ് ഇല്ല. നമുക്കൊരു കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ലാവിഷായിട്ട്. ഇപ്പൊ നിലവിൽ ഞങ്ങൾ സിനിമ ഇപ്പോഴും ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നു. അപ്പൊ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളോട് ചെല്ലുമ്പോൾ 2 മണിക്കൂർ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സീക്വൻസ് എടുത്ത് കൊടുക്കുന്നത്. ഏതാ 2 മണിക്കൂർ അല്ല, ഒരു സീക്വൻസ്, ആക്ഷൻ സീക്വൻസ് തീർക്കട്ടെ. ആ 2 മണിക്കൂർ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്ന് ചെയ്തുകൊണ്ട് വരുമ്പോ ഒന്ന് ആലോചിച്ചു, അത് വേണ്ട, അടുത്തത് ചെയ്യാമെന്നുള്ളൊരു ടൈമിംഗ് ഒന്നും നമുക്ക് എനിക്ക് കിട്ടും. തോന്നുന്നു നമ്മളൊരു സാറ് പറഞ്ഞ ഫ്ലോട്ടിംഗ് സീൻ എടുത്ത് എനിക്കൊരു 10:30 അതെ, ഷൂട്ട് ചെയ്ത്, അതായത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഐശ്വര്യ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത ഫ്ലോട്ടിങ്ങിന്റെ സീക്വൻസ് എടുക്കും. പക്ഷെ എടുത്ത് തീർന്നത് ശരിക്കും പറഞ്ഞാൽ എടുത്ത് തീർന്നല്ല, എടുത്ത് തുടങ്ങിയത് രാത്രി 10 മണിക്ക്. അതിനെ പിന്നത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്ന് റോപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒരാളാണ്. അപ്പൊ ഞാൻ തന്നെയാണ് അതിന്റെ അകത്ത് ആക്ട് ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ സീക്വൻസ് ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം എടുത്ത ഒരു വീഡിയോ ആണ് ആൽഫ. അല്ലാതെ പിന്നെ ഇപ്പോഴത്തെ ഹിന്ദി ആൽഫയും ഞങ്ങളുടെ ആൽഫയുമായിട്ട് യാതൊരു ബന്ധമില്ല. അതെ അതെ, അല്ല അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ ഒരു പൈലറ്റ് സീക്വൻസ് ആണ്. ഇപ്പം നമുക്കൊരു നല്ല ബഡ്ജറ്റ് കിട്ടുവാണെങ്കിൽ, അല്ല നല്ലൊരു ബഡ്ജറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു മൂവിയാണ് ആൽഫ എന്ന് പറയുന്നത്. ആ അത് മൂവിയുടെ എല്ലാം തന്നെ ഇതില് ഇല്ലില്ല, ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആക്ച്വലി ഇത് ശരിക്കും ഇത് ആ സിനിമയിലെ ഒരു ചെറിയ ഇൻസിഡന്റ് ആണ്, അത്രേ ഉള്ളൂ. ഇൻസിഡന്റ് ഒരു രണ്ടോ എന്റർടൈനിങ് ആയിട്ട് വരുന്ന ഒരു ഇൻസിഡന്റിനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് കാണുക. അതും നന്നായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സമയപരിധി, ബഡ്ജറ്റിന്റെ പ്രശ്നം, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ 22 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ആക്ഷൻ മെയിൻ റോള് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പം അപ്പൊ ഇരുന്നിട്ടേ ഇല്ല. എനിക്കത് 2:30 ആയപ്പോഴാണ് ഷൂട്ട് ബാക്കപ്പ് പറഞ്ഞിട്ട് 2 മണിയപ്പോ പറഞ്ഞ് 2:45 ആയപ്പോഴാണ് ഇവിടെ വന്ന് നമ്മളൊന്ന് ഇരിക്കുന്നത്. അപ്പൊ അത്രയും ഞങ്ങൾ ടൈം എടുത്ത് ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ ഈ ആക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും, നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാമിന ഡൗൺ ആവും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സെയിം പെർഫെക്ഷൻ. നമുക്കൊരു സിനിമയ്ക്കകത്ത്, അതായത് നമ്മൾ എടുക്കുന്ന വീഡിയോക്കകത്ത് ഈ 7 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷെ നമ്മൾ എടുക്കുന്ന 20 മണിക്കൂറാണെങ്കിലും ഈ 7 മിനിറ്റിനകത്ത് ഫൈറ്റിനകത്ത് എനർജി ഒരേ ലെവലിൽ നിൽക്കണം. ശരി, അതെ അതെ. അപ്പം അല്ലേ, ഇപ്പൊ 22 മണിക്കൂറാണോന്ന് പ്രേക്ഷകന് അറിയത്തില്ല. ആ 7 മിനിറ്റത്തെ ഫൈറ്റ് സീക്വൻസിൽ അയാൾ എന്ത് ചെയ്യും? അപ്പൊ 22 മണിക്കൂറിൽ നമ്മൾ ക്ഷീണിച്ചാലും ഇങ്ങനെ പോയാ ശരിയാവത്തില്ലല്ലോ. പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ സെയിം എനർജി ലെവൽ പിടിക്കാൻ ഞങ്ങൾ ഒരുപാട് സമയം എടുത്തു. അതാ പറഞ്ഞ, റെസ്റ്റ് ഇല്ലാതെ ചെയ്ത ഒരു വർക്കാണ് ആൽഫ. നിങ്ങളെല്ലാവരും കാണണം. സെറ്റ് ഈ ക്ലാസ്സിൽ അതാ പറഞ്ഞ ക്ലാസ്സിൽ തന്നെയാണ് സെറ്റ് ഇട്ടത്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും അത് കാണണം. അത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയണം. കാരണം അതിനകത്തൊരു, ഞങ്ങൾ ശരിക്കും പറഞ്ഞ പല ആക്ഷൻ സീക്വൻസും അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അല്ല, റോപ്പിൽ തന്നെ റൗണ്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം സമയപരിധി കാരണം ഞങ്ങൾ അത് എടുത്തില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് ഷോർട്ട് ഫിലിമായ കാളിയും, അതുപോലെ തന്നെ നിങ്ങൾ ഏഞ്ചലീന ആൻഡ് ദ ലെജൻഡ് ഓഫ് റെഡ് ബ്ലേഡിലും ഞങ്ങൾ ഈ ഫ്ലോട്ടിംഗ് ഫൈറ്റ് സീക്വൻസ് എടുത്തിട്ടുണ്ട്. കാണുന്നില്ല, പക്ഷെ ഏഞ്ചലീനയിലുണ്ട് ബാലൻസ് ചെയ്യുന്ന സീക്വൻസ്, ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ ഞങ്ങൾ അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതൊക്കെ ഒരുപാട് പേരൊന്നും കാണുന്നില്ല. അപ്പം കാണുന്നവർക്ക് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ ഞങ്ങൾ എങ്ങനെയാണ് ഇത് എടുത്തത്, കാളിയുടെ ഒരു ബ്രേക്ക് ഡൗൺ സീക്വൻസുകൾ ഇനി വരുന്നുണ്ട് ഉടനെ. അതുപോലെ ഏഞ്ചലീന ആൻഡ് ദ ലെജൻഡ് ഓഫ് റെഡ് ബ്ലേഡിന്റെ ഒരു ബ്രേക്ക് ഡൗണും ബിഹൈൻഡ് ദ സീൻസും ഒക്കെ ഞങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങൾ ഇടുന്നുണ്ട്. അത് അടുത്ത വീഡിയോസ് ഉടനെ വരും. അപ്പം അത് എന്നാ പുറമേ ഉള്ള ഒരു പ്രേക്ഷകന്റെ രീതിയിൽ ഐശ്വര്യക്ക് ഞങ്ങളോട് ചോദിക്കണം. ഐശ്വര്യക്ക് ഞാൻ അല്ലാതെ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാ നിങ്ങൾ ചെയ്തതെന്നത് അറിയാൻ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് കാണുമല്ലോ. അപ്പൊ നമുക്ക് ചോദിക്കാം, അത് കമന്റ്സ് ആയിട്ടും ചോദിക്കും, പറയാലോ. ഞങ്ങളെടുത്ത ആൽഫയുടെ ഇപ്പം സാർ അതിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ഇതാന്ന് പറഞ്ഞപ്പോ ഞാൻ ആക്ച്വലി അത്
എനിക്കത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. വെച്ചിട്ട് ഞാൻ ഓർക്കുന്നത് ഇത്രയും ലിമിറ്റഡ് വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ള സ്പേസ്. ഒരു തോട്ട് ആ എങ്ങനെയാണ് ഈ ഒരൊറ്റ ശരി മുറിയില് ശരി ശരി കൺജസ്റ്റ് ചെയ്ത് ചെയ്യാന്നുള്ളൊരു ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി ഞാനാണ് സാറിന് അസിസ്റ്റ് ചെയ്തത്. അപ്പം ഇതെങ്ങനെ ഇതിന്റെ ഔട്ട് വരുമെന്നോ അല്ലെങ്കിൽ സാറ് പെട്ടെന്ന് പറയുകയാണ് നമുക്ക് ആ സീൻ ഇവിടെ എടുക്കാം. അപ്പൊ ഞാൻ മേലോട്ടൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ എങ്ങനെ എടുക്കാനാണെന്നുള്ള ചിന്തയാണ് അപ്പൊ മൊത്തം മൈൻഡിൽ പോയത്. പക്ഷേ ഇവിടെ ലൈറ്റപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ആ ഒരു ചെറിയൊരു അർത്ഥം ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റിനെ പറഞ്ഞതാണ് അത്രയും ടൈറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ അതെ നമുക്ക് ഏറ്റവും വേണ്ടത് ഈ ആക്ഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നല്ല സ്പേസ് വേണം. ഇത് ക്യാമറമാനും കൂടെ നല്ല രീതിയിൽ ചെയ്യാനാണ്. പിന്നെ പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പം ചില സിനിമകളുണ്ട് ലിഫ്റ്റിനകത്തുള്ള ഫൈറ്റ് സീക്വൻസ്. അല്ല അത് ശരിക്കും നമുക്കൊരു സ്പേസ് നമുക്ക് ഇല്ലാന്ന് തോന്നിയെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്യാമറ വെക്കാനായിട്ടുള്ള സ്പേസ് space അങ്ങനെ എങ്കിൽ ആവുന്നില്ല. മാത്രമല്ല പിന്നെ നമ്മൾ മുന്നിൽ അതിനൊക്കെ വെക്കാൻ. അതെ നമുക്ക് ആക്ഷൻ ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് കൂടെ ചെയ്യാം അതിന്റെ ഓരോ സ്പേസ് അനുസരിച്ച്. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്ന ആൽഫയ്ക്കകത്ത് നല്ല സ്പേസ് വേണ്ട ഒരു കാര്യമാണ്. വളരെ ചെറിയ സ്പേസിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ ഗോഡ്ബിനാണ്. ഗോഡ്ബിൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴും സ്പേസ് ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ശരിയാകാത്ത പോലെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ആണോ? ഇപ്പം ജെവി ഇപ്പം പറയാറുണ്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അത് ആദ്യം വിഷ്വലൈസ് ചെയ്യും. എന്നിട്ട് അതുപോലെ ഔട്ട്പുട്ട് വരുവോ എന്ന് പറയാറുണ്ട്. ആ ഒരു സംഭവം ഇതിൽ വന്നിട്ടുണ്ടോ? അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വിഷ്വലൈസ് ചെയ്ത ഒരു കാര്യം നമ്മൾ ഈ ഇതിനകത്ത് വന്നില്ല. പക്ഷെ ക്യാമറ ആംഗിൾസും ഷോട്ടുകളും എനിക്ക് നന്നായിട്ട് ചെയ്തു. പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കൽ ലെന്തുകൾ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇതിനകത്ത് ക്ലോസ് റേഞ്ചസ് ഒന്നും അത്ര യൂസ് ചെയ്തിട്ടില്ല. കൂടുതൽ ഞങ്ങൾ വൈഡ് റേഞ്ചുകളാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പം സാറിന് സാറ്റിസ്ഫൈഡ് ആകില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് കുറച്ച് പേരെ നമ്മൾ അഡീഷണൽ ആക്ഷൻ ഒരു 1 വീക്ക് കൊണ്ട് പഠിപ്പിച്ചെടുത്തോ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു റീടേക്ക് പോയതും ഇതിൽ എനർജി അവരത് സീക്വൻസ് കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്. അല്ല, അജിൻ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റ്. കാരണം ഫ്യൂരിയസ് കണ്ടോണ്ടിരുന്നപ്പോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാനും ഗോഡ്വിനും കൂടെ ഇരുന്നുണ്ട്. അപ്പം ഫ്യൂരിയസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതിന്റെ അകത്ത് സ്റ്റണ്ട് ആൾക്കാരാണ് സ്റ്റണ്ട് ചെയ്യുന്നതും അഭിനയിക്കും. പ്രൊഫഷണൽസ് അത് വലിയ അതിന്റെ ടൈപ്പ് വലിയ അഭിനയം അതിനകത്ത് അവർക്ക് ആവശ്യം. പക്ഷെ നമ്മുടെ അതിനകത്ത് പലരും ഈ ആക്ഷൻ അറിയാവുന്ന രണ്ടോ മൂന്നോ, നിങ്ങൾ ആൽഫ കാണുമ്പോൾ അതിനകത്ത് 3 പേർക്കൊക്കെ ആക്ഷൻ അറിയത്തുള്ളൂ, 3-4 പേർക്ക്. ബാക്കി എല്ലാവരെയും ട്രെയിൻ ആക്ടിങ്ങിൽ ചെയ്ത്. അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചെടുത്ത. അപ്പം ഇനി നമ്മൾ സിനിമയിലും ഫേസ് ചെയ്യുന്നത് തന്നെ എല്ലാവരും ഒരു സ്റ്റണ്ട് ടീമൊന്നും അല്ല നമുക്ക് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ആക്ടേഴ്സ് തന്നെ ഫൈറ്റ് ചെയ്യാനാണ് നമുക്ക് ഇച്ചിരി പാടാണ്. എന്നാലും ഏകദേശം എത്ര ടൈം എടുത്ത് കാണും അവരെയൊക്കെ? ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 1 month എടുത്തല്ലേ, ആ, ഒരു 1 month എടുത്താണ് ട്രെയിൻ ചെയ്യുക. ഇവിടുത്തെ ഷൂട്ടിങ്ങിന്റെ സമയത്തും പറ്റിയപ്പോഴത്തിന് അതായത് മെയിൻലി സാറിന് അസിസ്റ്റ് ചെയ്തിരുന്ന ഒരാളോടുണ്ട്, അലൻ എന്ന് പറയുന്ന വ്യക്തിയോടുണ്ട്. അപ്പൊ അദ്ദേഹവും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ആക്ഷൻ സീക്വൻസ് എടുക്കാൻ ഇത്രയും സാറിനോട് അസിസ്റ്റ് ചെയ്തിരിക്കുന്ന എന്റേതായ പോലെ ഒരു അസിസ്റ്റ് ചെയ്ത വേറെ വ്യക്തിയാണ്. അപ്പം ഞങ്ങളുടെ സീക്വൻസ് വന്നപ്പോ മാക്സിമം പോയാൽ 20 മിനിറ്റ്. അതുകൊണ്ട് ഞങ്ങളുടെ ആക്ഷൻ സീക്വൻസ് വെച്ചാൽ അത്യാവശ്യം വലിയ ടൈറ്റ് ഫൈറ്റ് ആണ്. അപ്പൊ അത് 20 മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തപ്പോ ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. വെച്ചാല് ബാക്കിയുള്ള സീക്വൻസ് എല്ലാം എനിക്കൊന്നൊരു 10-15 ടൈറ്റോളം മാക്സിമം. അപ്പൊ അതാണ് പറയാ, സ്റ്റണ്ട് അറിയാവുന്ന ആളെ നമുക്ക് ആക്ഷൻ അല്ലെ സീന് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഒറ്റയടിക്ക് നമ്മൾ ഒരു ഇപ്പൊ അതിനകത്തൊരു ആ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ. നമ്മൾ ഫ്യൂരിയസിനകത്ത് പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ സീക്വൻസിൽ എങ്ങനെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങൾ മാക്സിമം മൂവിയിൽ കൊണ്ടുവരാൻ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പോർഷൻ പറയുമ്പോൾ 3 പേരിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു കട്ട് ചെയ്യാത്തൊരു ഷോട്ട് വരുന്നുണ്ട് അൽഫയ്ക്കകത്ത്. അത് ആക്ച്വലി 3 പേരും ഞങ്ങൾ 3 പേരും ആക്ഷൻ അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആക്ഷൻ അറിയാത്തവർക്ക് നമുക്ക് ഏകദേശം ഒരു 18 ടേക്കോളം വന്നിട്ടുണ്ട്. പല ചവിട്ടുകളും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് എനിക്ക് ശരിക്കും ഏൽക്കേണ്ടി വരും. 18 പ്രാവശ്യം ചവിട്ട് പോകേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ ശരിക്കും ആക്ഷൻ ചെയ്യുമ്പോ അത് ശരിക്കും ശരിക്കും ടച്ച് ആൻഡ് പുൾ ബാക്ക് എന്നാണ് ആ ശരിക്കും. പക്ഷെ റിയാക്ഷൻ അതെ, പക്ഷെ അത് അറിയാവുന്ന ഓപ്പോസിറ്റ് ആൾക്ക് അത് അറിവില്ല എങ്കിൽ ചിലപ്പോ ആ ഇടി ചിലപ്പോ കൂടി കയറിപ്പോകും. അത് ശരിയാ. ജാക്കി ചാന്റെ തന്നെ പല പടങ്ങളിലും നിങ്ങളെ പറ്റിയെങ്കിൽ അതിന്റെ മേക്കിംഗ് സീക്വൻസ് അറിയാതെ ഇടിക്കുമ്പോ ജാക്കി ചാൻ തന്നെ നിർത്തിയിട്ട് പോകും, മതി നമുക്ക് ടേക്ക് നിർത്താനാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചിലപ്പോ ടച്ച് ആൻഡ് പുൾ ബാക്ക് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ടച്ച് ചെയ്യുന്നത് ചിലപ്പോ ഇപ്പം അറിയാൻ മേലാത്തവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കയറി. അതാണ്. അപ്പം ഈ ആൽഫയില് മാക്സിമം ഞങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ എന്താണ് സിനിമയിൽ കൊണ്ടുവരാൻ ഇരിക്കുന്ന ഒരു ഐഡിയ, പക്ഷെ അത് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അതിന്റെ മുകളിൽ ഒരു 10 ഇരട്ടിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യണമെങ്കിൽ ബഡ്ജറ്റ് ആണ് ഏറ്റവും ടൈം വേണം. ഇതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അപ്പം ഈ ആൽഫ പലരും ചോദിച്ചു ഇതിനായിട്ട് ഇറങ്ങാത്തതിനാണ്. അപ്പം അതിന്റെ കാര്യം കൂടെ പറയാൻ വേണ്ടിയാ വന്നത്.
പിന്നെ ഞങ്ങള് ഇനി ആ ഹിന്ദി പടം ഞാൻ കണ്ടു, ഇവര് കണ്ടിട്ടില്ല. ഹിന്ദി പടം ഞാൻ കണ്ടതിനകത്ത് അതിനകത്തും എനിക്കൊരു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിലെ ചില ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലത് ഈ പറഞ്ഞ ഡ്രാമാറ്റിക് പോലെ ഒരു ഹിന്ദി സ്റ്റൈലായി അതാണ്. പക്ഷെ ഇപ്പം നമ്മളിപ്പം ഫ്യൂരീസ്, കില്ല് അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇപ്പൊ വെറൈറ്റി വരിക എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇനി വേറെ ഉണ്ട് മുന്നോട്ടുള്ള വീഡിയോസിൽ ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാം, എങ്ങനെയാണ് ആക്ഷൻ ചെയ്യുന്നത്, ആക്ഷന്റെ കട്ട് വിത്ത് എഡിറ്റിംഗ് VFX ഉൾപ്പെടെ ഞങ്ങൾ ഒരു വീഡിയോ വരുന്നുണ്ട്. എന്തായാലും മുന്നോട്ടുള്ള കുറച്ച് വീഡിയോകൾ ഞാനത് എല്ലാവരോടും ഷെയർ ചെയ്യാം, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അല്ലാതെ ഫൈറ്റ് എഡിറ്റിംഗ് എങ്ങനെയാണ്, പിന്നെ സ്പെഷ്യൽ എഫക്ട്സുകൾ എന്തൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങളുടെ റോപ്പ് റിഗിങ് സീക്വൻസുകളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് സീക്വൻസ് ഒക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏഞ്ചലീനയിലെ ഞങ്ങളൊരു ഫ്ലോട്ടിംഗ് സീക്വൻസ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ട് എടുത്ത സംഭവം. കാരണം ഞാൻ റെറോറിൻ കെൻഷൻ കണ്ടപ്പോഴേ ഇതുപോലെ തന്നെ റെറോറിൻ ആൽഫ പോലെ തന്നെയാണ് അത്. ആൽഫ എന്നല്ല, ഞങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കിലും ഒട്ടും സമയം കിട്ടിയിട്ടില്ല. അതായത് ഏഞ്ചലീന 10 മിനിറ്റ് ആണ് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. 5 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം 5 എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ അത്ര എപ്പിസോഡിലൊന്നും ഒരു എപ്പിസോഡ് ഒരു അങ്ങനെ വെച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് എടുത്തു പോകാറ്. എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഏഞ്ചലിന കാണുമ്പം പലയിടത്തും ഫിനിഷിംഗ് ഇല്ലായ്മയുണ്ട്, പ്രത്യേകിച്ച് പല കോസ്റ്റ്യൂംസിനും എല്ലാ കാര്യങ്ങളും. പക്ഷെ അതൊക്കെ ഫിനിഷിംഗ് ഇല്ലാത്തതിന്റെ കാരണം ടൈം ഇല്ല, ബഡ്ജറ്റ് കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിരുന്നു. ഇതൊക്കെ വന്നിട്ട് ശരിക്കും കോൺസെപ്റ്റ് വെറൈറ്റി ആണെങ്കിലും ആ കോൺസെപ്റ്റിനുള്ള ബഡ്ജറ്റ് നമുക്ക് കിട്ടിയില്ല. നമ്മള് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യത്തെ ഇടിച്ചിങ്ങനെ നിങ്ങത് ചെയ്തപ്പോ സങ്കടം വന്നില്ലേ? ഇത് ഇപ്പൊ അത് കാണുമ്പോ ഞങ്ങള് അതെ ഇപ്പൊ ഇത് ഈ ഏഞ്ചലിനെ റൈറ്റ് ചെയ്തിരിക്കുന്നത് ബിലഹരി സജിൻ എന്ന് പറഞ്ഞ സജിൻ ചേട്ടനും പിന്നെ ഞാനുമാണ്. ഞങ്ങൾ 3 പേരാണ്. അപ്പൊ ഈ ഞങ്ങള് 3 പേരും തന്നെ റൈറ്റ് ചെയ്യുന്ന ഒരു പടമാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഐഡിയയും ക്രിയേറ്റീവ് ഐഡിയ ഉള്ള ആളാണ് സജിനും ഈ സജിൻ ചേട്ടനും ബിലഹരിയൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ആ ഏഞ്ചലിനെ ആണെങ്കിലും സ്പോട്ടിൽ ഇരുന്ന് ഞങ്ങൾ ഒരു സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്പോട്ടിലിരുന്ന് ആഡ് ചെയ്യും. അപ്പം അങ്ങനെ പലതും ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് ചെയ്ത് എടുത്താൽ മതി എന്നൊരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് തൊട്ടും മോശമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിനകത്ത് കുറെ പ്രോബ്ലംസും ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ അതിന്റെ ഒരു എന്നാ പറയണ്ട ഒരു വേറൊരു വേർഷൻ ഓഫ് ആക്ഷൻ ആണ് ആൽഫയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം പറയുന്ന എല്ലാവരോടും, ഈ ആൽഫ സിനിമയാവുകയാണെങ്കിൽ, നല്ലൊരു പ്രൊഡ്യൂസറിനെ കിട്ടി സിനിമ ആവുകയാണെങ്കിൽ എന്തായാലും കുറച്ച് വെറൈറ്റി ആക്ഷൻസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പോർഷൻസ് ഞങ്ങൾ കുറച്ചൊക്കെ യൂട്യൂബിൽ ഞങ്ങൾ ഈ വഴി കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു മെയിൻ പോർഷൻസ് ഞങ്ങൾ അത് അത്രയും വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയ്ക്കകത്ത് അതുകൊണ്ട് ചില ആക്ഷൻ സീക്വൻസ് ഞങ്ങൾ ഒന്ന് കീപ്പ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങളൊരു സിഗ്നേച്ചർ ആക്കി വെക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയി അല്ലെ. നമ്മൾ ആ ഏഞ്ചലീനയുടെ ഫ്ലോട്ടിംഗ് സീക്വൻസ് കൂടെ എടുത്തപ്പം ലാസ്റ്റ് ഇതും കൂടെ എടുത്തപ്പോൾ ഞങ്ങൾക്കൊരു ഒരു കോൺഫിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു വെറൈറ്റി ഓഫ് ആക്ഷൻസ് കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പൊ നിങ്ങളുടെ ഈ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതായത് ആക്ഷൻ പറയുമ്പം ഇപ്പം നിങ്ങള് ഡ്യൂപ്പോ അങ്ങനെ ഒന്നും ഇല്ലാതെയാണല്ലോ ചെയ്തത്. അപ്പൊ ഇത് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരോടുള്ള ഒരു വിശ്വാസമല്ലേ അല്ലെ, റോപ്പ് എന്ന് പറയുമ്പോ അത് ഇല്ലില്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ റോപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആക്ച്വലി 3-4 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത്. ആദ്യം ഒന്ന് അജിൻ ചെന്ന് ചെക്ക് ചെയ്യും, ടൈറ്റ് ആയിട്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് അസിസ്റ്റന്റ് കേറി മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം അടുത്തയാൾ ചെക്ക് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് ഞാനൊന്ന് വന്ന് ചെക്ക് ചെയ്യും. ഞാനിവിടെ വന്ന് ചെക്ക് ചെയ്ത ശേഷമേ ഉള്ളൂ ഞങ്ങൾ ആർട്ടിസ്റ്റിനെ എന്തൊക്കെ എല്ലാം ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ആണ് ആർട്ടിസ്റ്റിനെ. അപ്പം അങ്ങനെ ചുമ്മാ നമ്മൾ ഓർഡർ ആവുന്ന ചെയ്തിട്ടുണ്ട്. 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. സ്റ്റുഡിയോ തന്നെ നമ്മളൊരു 10-20 പ്രാവശ്യം ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ പുറത്ത് ലൊക്കേഷനിൽ ചെയ്യും. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞു, ആൽഫയുടെ ആ സീക്വൻസ് എടുത്തിരിക്കുന്ന ലൊക്കേഷൻ ഒന്നും സിനിമയിലെ ലൊക്കേഷൻ അതല്ല. ഞങ്ങള് ബഡ്ജറ്റ് കൊണ്ട് ഞങ്ങളുടെ ഈ ലൊക്കേഷൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ സിനിമ ഓൺ ആവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റൺ സീക്വൻസ് നടക്കുന്ന ഒരു ഗംഭീര ലൊക്കേഷനിലാണ്. നല്ല സ്പേസ് ഉറപ്പായിട്ടും ഞങ്ങളുടെ അതാ പറയാ, പല ഐഡിയാസ് ഇപ്പൊ പോയി. ഈ ഐഡിയാസ് ആക്ഷന്റെ മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു, കോസ്റ്റ്യൂം ആണെങ്കിലും സ്പേസ് ആണെങ്കിലും അല്ലെ. എന്തായാലും ഞങ്ങൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അല്ലെ നമ്മളൊരു ആക്ഷൻ പടം ഉദ്ദേശിക്കുന്നത്. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഉറപ്പായിട്ടും ഞങ്ങളൊരു ആക്ഷൻ പടം മലയാളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉടനെ വരും. അത് ഞങ്ങൾ എന്തായാലും പ്ലാനിങ്ങിലാണ്, എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു രീതിയിലാണ്. പിന്നെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, നീണ്ടു പോകുന്നത്. എനിവേ
ഇത്ര നേരം ഞങ്ങളെ സഹിച്ചതിന് നന്ദി. ആക്ഷനെ കുറിച്ചൊക്കെ ഇനി മുന്നോട്ട് ഉറപ്പായിട്ടും ആക്ഷൻ സീക്വൻസിനെ കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെ ആക്ഷന്റെ സംശയങ്ങളെല്ലാം തീർക്കുന്ന വീഡിയോസ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ഇപ്പം എല്ലാവരോടും ബൈ പറയാം. യെസ്. ഓക്കെ, ബൈ. ബൈ.